1918 അന്നത്തെ മൈസൂർ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ വൊഡിയാർ നാലാമന് അപൂർവമായ ഒരു സമ്മാനം ലഭിച്ചു. അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ചന്ദൻ സോപ്പുകൾ ആയിരുന്നു അത്. ഇങ്ങനെയുള്ള സോപ്പുകൾ സംസ്ഥാനത്ത് തന്നെ കൂടുതൽ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അന്നത്തെ ദിവാൻ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യയുമായി ആലോചിച്ചു. വിശ്വേശ്വരയ്യയ്ക്ക് ഏറ്റവും മികച്ച സോപ്പ് വേണം എന്നതിനാൽ മുംബൈയിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ആയി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് ക്ഷണിച്ചു. ആ വിദഗ്ധരിൽ ഒരാളായ സോസാലെ ഗർളപുരി ശാസ്ത്രീയ സോപ്പ് നിർമ്മാണം പഠിക്കുന്നതിന് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം മൈസൂർ സാൻഡൽ സോപ്പ് നിർമ്മിച്ചു. അതിനൊപ്പം അതിന് ഒരു വ്യത്യസ്തമായ രൂപവും പുതുമയുള്ള പാക്കേജിംഗും നൽകി. ശാസ്ത്രി മറ്റു ബ്രാൻഡുകളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരു ഡിസൈൻ ആഗ്രഹിച്ചു. ഇന്ത്യൻ ആഭരണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആഭരണപ്പെട്ടി പോലെ തോന്നുന്ന ചതുരാകൃതിയിലുള്ള പെട്ടിയുടെ മധ്യത്തിൽ ഹിന്ദുപുരാണത്തിലെ ശരഭരൂപം ഉൾപ്പെടുത്തി. ആ ശരഭത്തിന് ആനയുടെ തലയും സിംഹത്തിന്റെ ശരീരവും ഉണ്ടായിരുന്നു. ധൈര്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായിരുന്ന ശരഭം കർണാടക സംസ്ഥാനത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കണമെന്നാണ് ശാസ്ത്രി ആഗ്രഹിച്ചത്. ഈ സോപ്പ് അതിന്റെ രൂപകൽപ്പനയിലും ആകർഷണത്തിലൂടെയും ചരിത്രത്തിലേക്ക് ഇടം നേടി. നിലവിൽ മൈസൂർ സാൻഡൽ കർണാടക സർക്കാരിന്റെ കീഴിൽ ഒരു കമ്പനിയായി നിലകൊള്ളുകയാണ്. പ്രസ്തുത സോപ്പ് കമ്പനി സ്ഥാപിക്കപ്പെട്ട് 100 വർഷം ആഘോഷിക്കുകയാണ്. ശരഭ രൂപത്തെ പറ്റി കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.